സ്ഥിരമായിട്ട് നേസൽ സ്പ്രേ അല്ലെങ്കിൽ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ടോ? അലർജിയുള്ള അധിക ആളുകളും സ്ഥിരമായിട്ട് നേസൽ സ്പ്രേ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. പ്രധാനമായിട്ടും അലർജിയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കടപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അലർജിയുടെ ഭാഗമായിട്ട് മൂക്കിലെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന നീർക്കുമിളകളാണ് ദശ, നേസൽ പോളിപ്സ് എന്ന് പറഞ്ഞാൽ. അലർജിയുടെ ഭാഗമായിട്ട് മൂക്കടപ്പ് ഉണ്ടാകുമ്പോൾ അധിക ആളുകളും സ്ഥിരമായിട്ട് ഈ നേസൽ സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് ഉറ്റിക്കുമ്പോൾ ദശ ഒന്ന് ചുരുങ്ങി വരികയും അപ്പം മൂക്കൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവുകയും നല്ല ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. വീണ്ടും വീണ്ടും സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ഈ മൂക്കടപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം അലർജിയുടെ ഭാഗമായിട്ട് രക്തത്തിലുള്ള അലർജിയുടെ ഘടകങ്ങൾ കൂടിയിട്ടുണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ മൂക്കിൽ സ്പ്രേ ചെയ്തിട്ട് കാര്യമുണ്ടോ? ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ കണ്ടെത്തുകയും അതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ടെസ്റ്റുകൾ ചെയ്യുക. അലർജി ടെസ്റ്റുകൾ ചെയ്തിട്ട് അലർജിയുടെ ഘടകങ്ങൾ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ നല്ല മൂക്കടപ്പ് ഉണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി ചെയ്യുക. ദശയുടെ ബുദ്ധിമുട്ട് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ബ്ലഡിൽ അലർജി ഘടകങ്ങൾ കൂടിയിട്ട് ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ മൂക്കിൽ സ്പ്രേ ചെയ്തതുകൊണ്ട് നമുക്കൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. നല്ല രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. നിങ്ങളും ഇതുപോലെ സ്ഥിരമായിട്ട് മൂക്കിൽ സ്പ്രേ ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.